വിചാരം. സംസ്കാരവും ജീവിതവുമായി മുഖാമുഖം. ക്യാൻസർ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്ക് ഏറെ പ്രാധാന്യമുള്ള മാസമാണ് സെപ്റ്റംബർ. ലുക്കേമിയ, ലിംഫോമ തുടങ്ങിയ ക്യാൻസറുകളെക്കുറിച്ച് അവബോധമുണ്ടാക്കാനുള്ള ദിനങ്ങൾ വരുന്നത് ഈ മാസമാണ്. കൊച്ചിൻ ക്യാൻസർ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ലിംഫോമ വിന്നേഴ്സ് ഡേ കൂട്ടായ്മ ഇന്ന് ക്യാൻസർ ചികിത്സാ വിദഗ്ധനായ ഡോക്ടർ VP ഗംഗാധരന്റെ നേതൃത്വത്തിൽ സമ്മേളിക്കുകയാണ്. ഇതോടനുബന്ധിച്ചാണ് വിചാരത്തിൽ ഡോക്ടർ അതിഥിയായി എത്തുന്നത്. ഡോക്ടർ VP ഗംഗാധരനുമായി സംസാരിക്കുന്നത് MV ശശികുമാർ. ഇന്ന് വിചാരത്തിലെ അതിഥി ഒരുപക്ഷെ ക്യാൻസർ ചികിത്സാ രംഗത്ത് കേരളത്തിൽ ഏറ്റവും അധികം രോഗികൾക്ക് പ്രതീക്ഷ നൽകിയിട്ടുള്ള, അതല്ലെങ്കിൽ ഇപ്പോഴും പ്രതീക്ഷ നൽകുന്ന ഒരു ഡോക്ടറാണ്. മറ്റാരുമല്ല, രോഗികളേറെ സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന ഡോക്ടർ VP ഗംഗാധരനാണ് ഇന്ന് നമ്മുടെ അതിഥി. ഇന്ന് ഈ ദിവസം നമ്മൾ കാണുന്നത് ലിംഫോമ വിന്നേഴ്സ് ഡേ എന്ന് പറഞ്ഞ് ചെറിയൊരു കൂട്ടായ്മ കൂടി നടക്കുന്നൊരു ദിവസമാണ്. ഡോക്ടറുടെ തന്നെ നേതൃത്വത്തിലാണ് ഈ കൂട്ടായ്മ കൊച്ചി ക്യാൻസർ സൊസൈറ്റിയുമായി ചേർന്ന് നടത്തുന്നത്. നമുക്ക് ആ കൂട്ടായ്മയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. എന്താണ് ശരിക്കും ഈ ലിംഫോമ വിന്നേഴ്സ് ഡേ? അതിൻ്റെ ഉദ്ദേശം എന്താണ്? ആ കൂട്ടായ്മയുടെ ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണ്? നമസ്കാരം. അത് എല്ലാ വർഷവും സെപ്റ്റംബർ 15 തീയതി ലിംഫോമ ഡേ ആണ്. അത് വേൾഡ് ലിംഫോമ ഡേ ആണ്. അന്ന് എൻ്റെ ഉദ്ദേശം എന്തായിരുന്നു വെച്ചാൽ, ലിംഫോമ എന്ന ക്യാൻസറിനെ കുറിച്ച് മനുഷ്യരെ ബോധവൽക്കരിക്കാനും അതുപോലെ അതിൻ്റെ പ്രാരംഭ ലക്ഷണങ്ങളെക്കുറിച്ച് അവരറിഞ്ഞിരിക്കണമെന്നതും ചികിത്സ നമ്മൾ എന്തുമാത്രം നമ്മൾ മുന്നോട്ട് പോയിട്ടെന്നൊക്കെ സാധാരണ ജനങ്ങളെ നമ്മൾ അറിയിക്കുക എന്നുള്ളതാണ് എൻ്റെ കൺസെപ്റ്റ്. അങ്ങനെയാണ് ഈ 2004 തുടങ്ങിയാണ് അവയർനെസ് ഡേ അല്ലേ, സെപ്റ്റംബർ 15 എന്ന് പറയുന്നത്. ഓരോ വർഷവും ഓരോ തീമുണ്ട്. ഈ വർഷത്തെ തീം വളരെ രസകരമാണ്. ഹോണസ്റ്റ് ടോക്ക് എന്നുള്ളതാണ് ഈ വർഷം. അപ്പോൾ നമ്മൾ സാധാരണ 15 പറഞ്ഞാൽ നമ്മൾ എടുക്കാറില്ല, കാരണം അത് പലപ്പോഴും വർക്കിംഗ് ഡേ ആയിരിക്കും. അപ്പോൾ ചികിത്സ കഴിഞ്ഞ് പോയ നമ്മുടെ കൂട്ടുകാരെ വിശേഷിച്ചു, ഞാൻ രോഗികൾ എന്ന് പറയാറില്ല, അവർക്ക് പലപ്പോഴും ആ ദിവസം വരാൻ സാധിക്കാറില്ല. അപ്പം നമ്മൾ അതിനോട് അടുത്തൊരു ഞായറാഴ്ച, അങ്ങനെയാണ് എല്ലാ വർഷവും ചെയ്യാറ്, രാവിലെ 9 മണിക്ക് ലേക്ക് ഷോർ ഹോസ്പിറ്റലിൻ്റെ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ്. ഇന്ന് 9 മണിക്ക് അല്ലേ? ഇന്ന് രാവിലെ 9 മണി മുതൽ 2 മണി വരെ. സെപ്റ്റംബറിൽ മറ്റൊരു പ്രധാന ദിവസം കൂടി ഉണ്ടല്ലോ, ലുക്കേമിയ ഡേ എന്ന് പറഞ്ഞ്. ലുക്കേമിയ ഡേ ഉണ്ട്. അത് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നുള്ളത് തന്നെയാണ്. അതാണ് നമ്മൾ പ്രധാനമായിട്ടും ഇതിൻ്റെ എല്ലാം ഉദ്ദേശം അത് തന്നെയാണ്. അത് ബോധവൽക്കരണം വളരെ അത്യാവശ്യമാണ്. കാരണം എന്താ വെച്ചാൽ, നമ്മുടെ ഇടയിൽ എല്ലാ ക്യാൻസറിനെ കുറിച്ചും ഭയമാണ് എല്ലാവരുടെ മനസ്സിലും. ക്യാൻസർ ജീവിതത്തിൻ്റെ അവസാനമാക്കുന്നൊക്കെയാണ് ഇപ്പോഴും പലരും വിശ്വസിക്കുന്നത്. അപ്പോൾ പല ക്യാൻസറുകളും അങ്ങനെ അല്ല എന്നും നമ്മൾ തിരികെ ജീവിതത്തിലേക്ക് വരാം, സുഖമായിട്ട് ജീവിക്കാം, ഞാൻ പറയുകയാണെങ്കിൽ സാധാരണ മനുഷ്യരെ പോലെയോ അതിനേക്കാൾ ഉപരി നല്ല മനസ്സോടുകൂടി ജീവിക്കാൻ സാധിക്കുമെന്നൊക്കെയുള്ള തരത്തിലേക്ക് വരാൻ സാധിക്കുമെന്നുള്ള ഒരു സന്ദേശം കൊടുക്കാൻ വേണ്ടി തന്നെയാണ്. ഡോക്ടറുടെ തന്നെ ഒരു ടോക്ക് കേൾക്കുകയുണ്ടായി. ഏകദേശം 50% ക്യാൻസർ നമുക്ക് ഒഴിവാക്കാൻ കഴിയും, ഒരുപക്ഷെ 50%-ലധികം തന്നെ ചികിത്സ നൽകി പൂർണ്ണ സുഖം വരുത്താനും കഴിയുമെന്ന്. അതെ, നമുക്ക് എത്രമാത്രം ശരിയാണ്? ശരിക്കും നമ്മൾ കണക്കിലെടുത്ത് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു 30% ക്യാൻസറുകൾ തടയാൻ സാധിക്കുന്നതാണ്, 30% പ്രാരംഭ കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ്. അത് പ്രൈമറി പ്രിവെൻഷൻ, സെക്കൻഡറി പ്രിവെൻഷൻ എന്ന് പറയും. അപ്പോൾ നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം നമ്മൾ പലപ്പോഴും പറയും ബാക്കി 50% എന്ന് പറയാം. ക്യാൻസറിൻ്റെ ചികിത്സയിൽ നമ്മുടെ ഉദ്ദേശങ്ങൾ എന്ന് പറഞ്ഞാൽ പലതാണ്. ഒന്ന്, രോഗി പരിപൂർണമായി രക്ഷപ്പെടുത്തുക, അത് ക്യൂറാണ്. ആ ക്യൂറാണ് നമ്മളീ പറയുന്നത്. ഒരു 45 മുതൽ 50% വരെ രോഗികളെ നമുക്ക് ഒരു ഫ്ലാറ്റായിട്ട് എടുക്കുകയാണ്. ഒരു ഹോസ്പിറ്റലിൽ വരുന്ന രോഗികളെ കണക്കെടുക്കുകയാണ്, ക്യൂറബിളാണ്. കുട്ടികളിൽ 70 to 80% ക്യൂറബിളാണ്. പക്ഷേ ചികിത്സയുടെ ലക്ഷ്യം ആ ക്യൂർ അല്ലെങ്കിൽ രക്ഷപ്പെടുത്തുക എന്നുള്ളത് മാത്രമല്ല. അത് ഞാൻ പറയാൻ കാരണം, ഒരു ഡയബറ്റീസ് രോഗി ഡയബറ്റീസ് മാറിയല്ല ജീവിക്കുന്നത്, മാനേജ് ചെയ്യണം. അതെ, ഒരു ഹൈപ്പർ ടെൻഷനുള്ള BP ഉള്ള രോഗി BP അസുഖം മാറിയല്ല, അസുഖം നിയന്ത്രിച്ചുകൊണ്ട് മുന്നോട്ട് സാധാരണ ജീവിതം നയിക്കുകയാണ്. അപ്പോൾ അതേപോലെ പല ക്യാൻസറുകൾക്കും നമുക്ക് അസുഖം നിയന്ത്രിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പം പ്രൊളോങ്ങേഷൻ ഓഫ് വിത്ത് ഗുഡ് ക്വാളിറ്റി ഓഫ് ലൈഫാണ്. അപ്പോൾ നമ്മുടെ ക്യൂർ ഒരു ഭാഗത്ത് വരുന്നു, പ്രൊളോങ്ങേഷൻ ഓഫ് ലൈഫ് വിത്ത് ഗുഡ് ക്വാളിറ്റി ഓഫ് ലൈഫ് വരുന്നു. പലപ്പോഴും രണ്ട് സാധിക്കില്ല. അങ്ങനെ വരുമ്പോഴേ പ്യുവർലി പാലിയേഷൻ, അതായത് നമുക്ക് ഒരു വേദനയുമില്ലാതെ ഒരു പ്രശ്നവുമില്ലാതെ ജീവിതത്തോളം കാലം ജീവിക്കാൻ സാധിക്കും, ഒരു സാന്ത്വന ചികിത്സ. അതെ. അപ്പോൾ ഇതെല്ലാം ക്യാൻസർ ചികിത്സയിൽ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. പ്രിവെൻഷൻ, ഏർലി ഡിറ്റക്ഷൻ, ക്യൂർ, പ്രൊളോങ്ങേഷൻ ഓഫ് ലൈഫ്
ആൻഡ് പാരിഷ്. നമ്മളിപ്പോൾ സംസാരിക്കുന്ന ഒരു ലിംഫോമ ഡേയുടെ പശ്ചാത്തലത്തിലാണ്. ഈ ലിംഫോമയെ മറ്റ് ക്യാൻസറുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് എന്താണ്? അത് ശരിക്കും ഒരു രക്താർബുദം എന്ന് പറയാവുന്ന തരം ക്യാൻസർ നമുക്ക് പോലെ എടുക്കുന്നവരെ എടുക്കാം. പക്ഷേ കുറേയധികം വ്യത്യാസമുണ്ട്. ഇപ്പോൾ നമ്മൾ ലുക്കീമിയ എന്ന് പറഞ്ഞാലും ലിംഫോമ എന്ന് പറഞ്ഞാൽ കുറേയധികം വ്യത്യാസമുണ്ട്. അപ്പോൾ വ്യത്യാസങ്ങൾ എന്ന് പറഞ്ഞാൽ ലിംഫോമ ഇന്ന് ഞങ്ങൾ പലപ്പോഴും പഠിക്കുമ്പോൾ ഞങ്ങൾ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു 30-40 വർഷം മുമ്പ് ഞാൻ ഈ മേഖലയിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് എങ്ങനെ ഉണ്ടായിരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് അസുഖ ലക്ഷണങ്ങളുമായിട്ട് വന്നാലും അന്ന് ഞങ്ങളൊക്കെ പഠിപ്പിക്കുന്നത് TB ഉണ്ടോ എന്ന് നോക്കണം എന്ന് പറയും, ട്യൂബർക്കുലോസ് ഉണ്ടോ എന്ന് നോക്കണം നമ്മൾ ആരോഗ്യക്ക്. അപ്പോൾ നമുക്ക് എന്ത് അസുഖമായിട്ട് വന്നാലും നമുക്ക് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് വരാമെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഉത്തരത്തിൽ TB കാണും. ഇന്ന് അതുപോലെ എന്തൊക്കെ പ്രശ്നമായിട്ട് ഒരു രോഗി വന്നാലും അതിൻ്റെ ലിംഫോമയുടെ പോസിബിലിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ്സ് എ പോസിബിലിറ്റി എന്ന് പറയേണ്ടി വരും. അതിന് കാരണം സ്കിൻ മുതൽ തൊലി മുതൽ തലച്ചോറ് വരെ എവിടെ വേണമെങ്കിലും ലിംഫോമ വരാം. അപ്പോൾ അത്രമാത്രം നമുക്ക് വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളെല്ലാം ഒരു മനുഷ്യരിലെ ഏത് അവയവങ്ങളിലേക്ക് വേണമെങ്കിലും ലിംഫോമ വരാമെന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ നമുക്ക് ചികിത്സയിലെ ധാരാളം മാറ്റങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ട്. ലിംഫോമ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിചാരിക്കും രക്ഷപ്പെട്ടു, ഈ കുറേ പേര് നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റുന്ന സാധനം എന്ന് പറയും. അപ്പോൾ നമ്മുടെ മനസ്സിലെ ആ ഒരു ചിന്ത വരും. അപ്പോൾ അതിൽ ക്യൂറബിൾ ലിംഫോമാസ് ഉണ്ട്, നമുക്ക് കുറേ നാൾ കൺട്രോൾ ചെയ്തിട്ട് ജീവിക്കാൻ പറ്റുന്ന ലിംഫോമാസ് ഉണ്ട്. ഇതെല്ലാം പോസിബിളാണ്. അപ്പോൾ അത് വരുമ്പോഴത്തേക്കും ഈവൻ ചില ലിംഫോമാസ് നമ്മൾ കണ്ടുപിടിച്ചാൽ പോലും പറയും വേണ്ട, നമുക്ക് ഇപ്പോൾ ചികിത്സയുടെ ആവശ്യമില്ല, നിങ്ങൾ ലിംഫോമ ഉണ്ട് പക്ഷേ ചികിത്സയുടെ ആവശ്യമില്ല, സുഖമായിട്ട് ജീവിച്ചോളൂ, നമുക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ ചികിത്സിക്കാം, അതുവരെ വന്ന് കാണിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ പല ഓപ്ഷൻസ് നമ്മുടെ മുമ്പിൽ വരുന്ന ഒരു അസുഖമാണ് ലിംഫോമ എന്ന് പറയുന്നത്. മാത്രമല്ല ഇപ്പോൾ കാർട്ടി സെൽ തെറാപ്പി അങ്ങനെയൊക്കെ പുതിയ ചികിത്സ ധാരാളം വന്നു. അപ്പം നമുക്ക് സാധാരണ ലിംഫോമയിൽ വരുമ്പോഴേ നമ്മുടെ മുമ്പിലെ ആദ്യത്തെ ചോദ്യം മാറ്റങ്ങൾ ഞാൻ പറയാം. കാരണം ചികിത്സ മാത്രമല്ല, കണ്ടുപിടിക്കുന്നുണ്ടല്ലോ, കണ്ടുപിടിക്കുന്ന രീതികൾ, കണ്ടുപിടിക്കാനുള്ള സൗകര്യങ്ങൾ, ഇതെല്ലാം വ്യത്യാസം വന്നു. ഇപ്പം ഞാൻ 35 വർഷം പുറകോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അന്ന് ചെയ്യാൻ സാധിക്കുന്നത് എക്സ്റേ മാത്രമാണ്. അൾട്രാസൗണ്ട് പോലും വിരളമാണ്. ഇന്ന് നമുക്കത് പോയിട്ട് നമുക്ക് CT സ്കാൻ വരുന്നുണ്ട്, നമുക്ക് PET സ്കാൻ വരുന്നുണ്ട്, MRI ഉണ്ട്, ഇതെല്ലാം നമ്മുടെ മുമ്പിൽ വന്നു കഴിഞ്ഞു. അപ്പോൾ അത്ര സൂക്ഷ്മമായിട്ട് നമുക്ക് ഉറപ്പിക്കാം. അത് നമ്മളത് സ്റ്റേജാണ് ഉദ്ദേശിക്കുന്നത്. എന്തുമാത്രം ഇത് പടർന്നിട്ടുണ്ടെന്നും അവിടെ ചികിത്സിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിലും ആ ഭാഗം പ്രത്യേക റേഡിയേഷനൊക്കെ ആണെങ്കിൽ ആ ഭാഗം കേന്ദ്രീകരിച്ചുകൊണ്ട് മാത്രം റേഡിയേഷൻ എടുക്കാൻ നമുക്ക് ഉള്ള പ്രാപ്തി തരുന്നതൊക്കെ ഈ അഡ്വാൻസസാണ് ഇതിൻ്റെ അകത്ത്. അത് മാത്രമല്ല, പണ്ട് നമ്മളൊരു മൈക്രോസ്കോപ്പിന് അടി വെച്ചിട്ട് പത്തോളജിസ്റ്റ് പറയും ഇത് ലിംഫോമയാണ്. ചിലപ്പോൾ ഒരു പരിധി വരെ നമ്മൾ പറയും ഹോസ്കിൻ ലിംഫോമയാണ്, നോൺ ഹോസ്കിൻ എന്ന് പറയും. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നമുക്കിതിൻ്റെ എല്ലാത്തിൻ്റെ വകഭേദങ്ങളുണ്ട്. അപ്പോൾ നമുക്കവിടെ ഇമ്മ്യൂണൈസ്ഡ് കെമിസ്ട്രി വരുന്നു, നമുക്കതുപോലെ ഫർദർ മോളിക്കുലർ മാർക്കേഴ്സ് വരുന്നു. ഇങ്ങനെയൊക്കെ വരുമ്പോഴേ ലിംഫോമ ഒരു അസുഖമായിട്ട് പോലും കാണാൻ പറ്റില്ല, ഒരു ഗ്രൂപ്പ് ഓഫ് ഡിസീസ് വേണമെങ്കിൽ പറയാൻ പറ്റും. അപ്പോൾ അത്രമാത്രം അതിൽ പുരോഗതി വന്നു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ലോകത്ത് എവിടെയും ഇതിന് ചികിത്സയ്ക്ക് ഒരേ ക്രമം തന്നെയായിരിക്കില്ലേ? സ്റ്റാൻഡേർഡ് പ്രോട്ടോകോൾസാണ്. സ്റ്റാൻഡേർഡ് പ്രോട്ടോകോൾ. പിന്നെ എന്തുകൊണ്ട് നമ്മുടെ ഇവിടെ നിന്ന് വിദേശങ്ങളിൽ ഒരു ആവശ്യമില്ല? സത്യം പറഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു ട്രയൽ നടക്കുന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഒരു സാധാരണ നൽകുന്ന ചികിത്സകളൊക്കെ നൽകി കഴിഞ്ഞു, പക്ഷേ ലിംഫോമ കൺട്രോളിലേക്ക് വന്നിട്ട് രണ്ടാമത് വരുന്നു. അപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്തൊരു പുതിയ മരുന്നോ ഒരു പുതിയ ആൻറ്റിബോഡിയോ ഒക്കെ ഉണ്ട്, അതിൻ്റെ ട്രയൽ നടക്കുന്നുണ്ടെങ്കിൽ യു ക്യാൻ. അപ്പോൾ നമുക്ക് ആ ട്രയലിൻ്റെ ഭാഗമാകാൻ വേണ്ടി പോവാണ്. സാധാരണ ലഭിക്കുന്ന സ്റ്റാൻഡേർഡ് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഇന്ത്യ വിട്ട് കേരളം വിട്ട് അവരെടുത്തും പോകേണ്ട ആവശ്യം വരുന്നില്ല. ലോകത്ത് എവിടെ പോയാലും ഇതേ ചികിത്സ തന്നെയാണ്, സ്റ്റാൻഡേർഡ് ട്രീറ്റ്മെൻറ്റ്, ഇതേ മരുന്നുകൾ തന്നെയാണ്, ഇതേ മരുന്നുകൾ, ഇതേ പ്രോട്ടോകോൾസ്. അപ്പം ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഉപമിക്കാൻ ഏറ്റവും നല്ലത് നമ്മൾ ഇടുന്ന ഷർട്ട് ഇന്ത്യയിലുണ്ടാക്കിയ ഷർട്ടാണോ അതോ പുറത്തുണ്ടാക്കിയ ഷർട്ടാണോ ചോദ്യം ചോദിക്കാം, അല്ലേ? ചോദിക്കാം. അത്ര വ്യത്യാസം വരുന്നത്. പൊതുവെ ഡോക്ടർ തന്നെ പറഞ്ഞിട്ടുണ്ട് പോസിറ്റീവ് തിങ്കിങ് ക്യാൻസർ ചികിത്സയിൽ വലിയ ഗുണം ചെയ്യുന്നത്. അതെങ്ങനെയാണ് ശരിക്കും അനുഭവത്തിൽ വരിക? കാരണം ക്യാൻസർ എന്ന് കേൾക്കുമ്പോൾ തന്നെ ആളുകൾ, വ്യക്തി മാത്രമല്ല കുടുംബം തന്നെ ആകെ വളരെ ഒരു ഡിപ്രഷനിലേക്ക് അതല്ലെങ്കിൽ ഒരു വിഷാദത്തിലേക്ക് പോകുന്നൊരവസ്ഥയാണ്. അപ്പോൾ എങ്ങനെയാണ് അത്തരമൊരു ഘട്ടത്തിൽ പോസിറ്റീവ് തിങ്കിങ് നമുക്ക്? ഞാൻ അത് പറയുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ടതെന്ന് വെച്ചാൽ, ഞങ്ങൾ ഈ ലിംഫോമ ഡേ പോലെ ഞങ്ങൾ വെക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, അവിടെ വരുമ്പം ചികിത്സ കഴിഞ്ഞ് പോയവർ കാണും വർഷങ്ങളായിട്ട്. ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ 1994 ചികിത്സ കഴിഞ്ഞ രോഗികൾ ഇന്ന് വരും, ഇന്നിവിടെ ഉണ്ടാകും. അതേ സമയത്ത് ഇപ്പോൾ കീമോതെറാപ്പി എടുത്തുകൊണ്ടിരിക്കുന്ന പേഷ്യൻറ്റും ഉണ്ടാവും. ഇവർ തമ്മിൽ പരിചയപ്പെടും, ഞങ്ങൾ പരിചയപ്പെടുത്തും. അത് മാത്രമല്ല, ഇവർ വർഷങ്ങൾക്ക് മുമ്പ് ചികിത്സ കഴിഞ്ഞ് പോയ ആൾക്കാരൊക്കെ അവരൊക്കെ ജീവിതത്തിൽ പലതരത്തിൽ മുന്നേറി കഴിഞ്ഞു. അത് ജോലി, പഠിക്കുന്നവരാണ്, അവർ പഠിത്തം കഴിഞ്ഞ് ജോലി കിട്ടിയവർ, വിവാഹം കഴിഞ്ഞ് കുട്ടികളായിട്ട് വരുന്നത്, അവരെല്ലാവരും വരും. അപ്പോൾ ആ ഒരു ഇത് മതി ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ഈ ചികിത്സിക്കുന്ന ചികിത്സ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ഉണ്ടല്ലോ,
ആ വ്യക്തിക്ക് ഒരു പോസിറ്റിവിറ്റി വരാനായിട്ട് യെസ് ഞാൻ ഇഷ്ടപ്പെടുന്ന ചിന്ത അത് വളരെ പ്രധാനമാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ 2 വിഭാഗത്തിലുള്ള ആൾക്കാരെ എടുക്കാം ക്യാൻസർ ചികിത്സയിൽ രോഗികൾ. ഒരു വിഭാഗം അവർ വിചാരിക്കുകയാണ് ഞാൻ രക്ഷപ്പെട്ടില്ല, ജീവിതം കഴിഞ്ഞു, അതൊരു ഗ്രൂപ്പുണ്ട്, ഡിപ്രസ് ഗ്രൂപ്പ്. മറുവശത്തെ വേറെ ഗ്രൂപ്പുണ്ട് ഹു തിങ്ക് പോസിറ്റീവ്ലി, ഞാൻ ഇതിനെ നേരിടും. നമുക്ക് ധാരാളം പഠനങ്ങളുണ്ട് അവിടെയൊക്കെ ഹു ആർ പോസിറ്റീവ് അവരിലെ വിജയസാധ്യത ഹൈ ആണ്. അത് മാത്രമല്ല പലപ്പോഴും പല മരുന്നുകളുടെ പാർശ്വഫലങ്ങൾ പോലും കുറവാണ്. അതുകൊണ്ട് പോസിറ്റീവ് തിങ്കിങ് എന്നുള്ള മാൻഡേറ്ററി, അത് പേഷ്യൻറ്റ് മാത്രമല്ല ഹോൾ ഫാമിലി ജീവിതത്തിൽ തന്നെ അങ്ങനെ ഒരു ചിന്ത വേണം. സാധാരണ ഈ ക്യാൻസർ ചികിത്സ ഇപ്പോൾ നമ്മൾ പറയേണ്ടായി ആധുനിക ചികിത്സാ രീതികളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അതൊരു സാധാരണക്കാരനെ അഫോർഡ് ചെയ്യാൻ ചിലവാക്കാൻ കഴിയുന്ന രീതിയിലാണോ ഈ ക്യാൻസർ ചികിത്സാ ചിലവ്? നമുക്ക് 2-3 കാര്യങ്ങൾ അതിൽ വ്യക്തമായിട്ട് അറിയണം. പ്രത്യേകിച്ച് ലിംഫോമയെ സംബന്ധിച്ചാണെങ്കിൽ നമുക്ക് പല മരുന്നുകളും പണ്ട് ലഭിച്ചിരുന്നേക്കാൾ വളരെ വില കുറവാണെന്ന്. നമ്മൾ ഉദാഹരണം പറയും, നമ്മളൊരു മോണോക്ലോണൽ ആൻറ്റിബോഡി, അതായത് നമ്മൾ ഒരു ടൈപ്പ് ഓഫ് ലിംഫോമയിൽ ഒരു പക്ഷേ ഈ ട്രീറ്റ്മെൻറ്റിലെ ഈ ഒരു പ്രോട്ടോക്കോളിൽ ആൻറ്റിബോഡീസിനെ ആദ്യമായിട്ട് കൊണ്ടുവരുന്ന പ്രോട്ടോക്കോൾ ലിംഫോമസിലാണ്. കാരണം ഈ ലിംഫോമയുടെ സെല്ലുകൾക്കൊക്കെ ഓരോ സെല്ലിനും നമുക്കൊക്കെയുള്ളൊരു മുഖഛായ പോലെ അതിൻ്റെ പുറത്തൊക്കെ ഓരോ ആൻറ്റിജൻസ് ഉണ്ടാവും. അപ്പോൾ ആ ആൻറ്റിജൻസ് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെതിരെ ആൻറ്റിബോഡി ഉണ്ടാക്കാം. അപ്പോൾ ആൻറ്റിബോഡി ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ആൻറ്റിബോഡി നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഈ കോശങ്ങളെ മാത്രമേ നശിപ്പിക്കുകയുള്ളൂ. ഇപ്പോൾ നമുക്ക് പാർശ്വഫലങ്ങൾ മറ്റേപോലെ മുടി പോയിട്ടിലൊന്നും ഉണ്ടാകുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഫസ്റ്റ് ആൻറ്റിബോഡി ഇറങ്ങുന്നത് CD20 ആൻറ്റിബോഡിയാണ്. അത് നമ്മളൊക്കെ ആദ്യമേ ഉപയോഗിക്കുന്ന സമയത്ത് ഓരോ ഡോസിനും നമ്മൾ 1.5 ലക്ഷം രൂപ വരെ കൊടുത്തെടുത്ത സമയങ്ങളുണ്ടായിട്ടുണ്ട്. ഇന്ന് നമുക്ക് ഈ 6 കോഴ്സ് എടുത്ത് തീർക്കണമെങ്കിൽ 1 ലക്ഷം രൂപ താഴെ വരുള്ളൂ. അതുപോലെ ഇന്ന് കാർട്ടിസെൽ തെറാപ്പി ലക്ഷങ്ങൾ വേണ്ടേ? അതെ, ലക്ഷം. പക്ഷേ അതൊരു 10 വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ 5 വർഷം കഴിയുമ്പോൾ ഇതിൽ കം ഡൗൺ. അപ്പോൾ നമ്മുടെ പേറ്റൻസിയാണ് നമ്മുടെ മേജർ ഇഷ്യൂ പലപ്പോഴും. പക്ഷേ എന്നാലും നമുക്കൊരു അഫോർഡബിൾ റേഞ്ചിലേക്ക്. പക്ഷേ അവിടെ പ്രധാന ഘടകം എന്ന് പറഞ്ഞാൽ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടർ വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അതായത് ഇപ്പോൾ നമുക്കൊരു 2 ഗ്രൂപ്പ് ഓഫ് മെഡിസിൻസ് ഉണ്ട്, ഒരു 5% ഡിഫറൻസ് വരുന്നു ഇത് തമ്മിൽ. പക്ഷേ കോസ്റ്റിൽ ഇഫ് ഇറ്റ് കംസ് ടു 10 lakhs 15 lakhs ആണെങ്കിൽ നമ്മുടെ ഇന്ത്യൻ സിനാരിയോയിൽ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടി വരും പേഷ്യൻറ്റിന് അഫോർഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അപ്പോൾ ദാറ്റ് ഈസ് എ ക്രൂഷ്യൽ ഡിസിഷൻ വിച്ച് എ ട്രീറ്റിംഗ് ഡോക്ടർ ഹാസ് ടു ടേക്ക്. അപ്പോൾ അത് വളരെ പ്രധാനമാണ്. ഒരു പക്ഷേ നമ്മുടെ ഈ ലിംഫോമ ഡേയിലെ ഇപ്രാവശ്യത്തെ ഈ ഓണസ്റ്റ് ടോക്കിൻ്റെ ഏറ്റവും പ്രധാന ഭാഗം അതാണ്. യു ഷുഡ് ബി വെരി ഓണസ്റ്റ് ടു ഡിസ്കസ് ദീസ് തിങ്സ് വിത്ത് ദി പേഷ്യൻറ്റ്. പേഷ്യൻറ്റും ബൈസ്റ്റാൻഡറുമായിട്ട് തുറന്ന് സംസാരിക്കണം റിഗാർഡിങ് ദ പോസിബിലിറ്റീസ്, എങ്ങനെയൊക്കെ സാധ്യതയുണ്ട് നമുക്ക് രക്ഷപ്പെടാനായിട്ട്, നമ്മുടെ ഓപ്ഷൻസ് എന്തൊക്കെയാണ്. ആൻഡ് ഹി ഷുഡ് ബി എ പാർട്ടി. അല്ല അവരൊരു പാർട്ടി ആയിരിക്കണം ഡിസിഷൻ മേക്കിങ്ങിൽ. ഞാൻ എടുക്കുന്ന തീരുമാനം അടിച്ചേൽപ്പിക്കുന്നതിനേക്കാൾ പ്രധാനമാണ് ഇത് മുഴുവൻ തുറന്നു പറഞ്ഞിട്ട് ദേ ഓൾസോ ഷുഡ് ബി വിത്ത് യു ഇൻ ടേക്കിംഗ് എ ഡിസിഷൻ. സാധാരണ ക്യാൻസർ ചികിത്സയുടെ ചെലവുകൾ പറയുമ്പോൾ നമുക്ക് സത്യസന്ധമായി പറയാൻ കഴിയില്ല. കാരണം ഒരു ജീവിതകാലം മുഴുവൻ സമ്പാദിച്ചതും ചിലവാക്കിയിട്ട് പലപ്പോഴും ഈ രോഗികൾ വരുന്ന ഏറ്റവും അവസാന നാളുകളിലായിരിക്കാം. അപ്പോൾ ഡോക്ടർക്ക് അതങ്ങനെ തുറന്നു പറയാൻ കഴിയാറുണ്ട്. ഒരു രോഗിയുടെ മുഖത്ത് നോക്കി അങ്ങനെ നമുക്ക് നമ്മളതിനകത്ത് ശരിക്കും പറയുകയാണെങ്കിൽ പഠിപ്പിക്കുന്നത്, ഇപ്പോൾ നമ്മൾ വെസ്റ്റേൺ കൾച്ചർ എടുക്കുക, വെസ്റ്റേൺ സ്റ്റൈലിൽ പഠിപ്പിക്കാൻ നമ്മൾ പറയുന്നത് രോഗിയോട് തുറന്നു പറയുന്നതാണ്. പക്ഷേ ഇന്ത്യൻ സിനറിയോയിൽ നടക്കാറില്ല. അതിൽ പല കാരണങ്ങളുണ്ട്. ഒന്ന്, രോഗി ബന്ധുക്കളായിട്ട് കടന്നു വരുമ്പോൾ ആദ്യമേ തന്നെ ബന്ധുക്കൾ പറയുന്നത് രോഗി അറിയരുതെന്നാണ്. ഈവൻ നൗ അത് ഈവൻ ഇൻ ദി ബെസ്റ്റ് എഡ്യൂക്കേറ്റഡ് ഗ്രൂപ്പ് അത് അങ്ങനെ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ നമ്മൾ രോഗിയുടെ അസുഖത്തെക്കുറിച്ച് തുറന്നു പറയും, തീർച്ചയായിട്ടും പറയും രോഗമുണ്ട്. പക്ഷെ നമ്മൾ 4 മാസം ജീവിച്ചിരിക്കുന്നോ ഇല്ല 6 മാസം ജീവിക്കുകയുള്ളെന്നോ അല്ലെങ്കിൽ രക്ഷപ്പെടുന്നൊന്നും നമ്മൾ മുഖത്ത് നോക്കി പറയാറില്ല. ഇറ്റ്സ് എ വേ ഓഫ് പ്രസൻറ്റേഷൻ. അത് നമ്മൾ ശരിക്കും പഠിക്കുക. നമ്മൾ പഠിക്കാൻ പ്രാക്ടീസ് കൊണ്ടാണ്. ഒരു 35 വർഷം മുമ്പ് ഞാൻ തുടങ്ങിയ സമയത്ത് ഞാൻ 1 മണിക്കൂർ എടുത്ത് സംസാരിക്കുന്ന ഒരു കാര്യം ഇന്ന് എനിക്ക് 5 മിനിറ്റ് മതി. നമ്മുടെ സയൻസ് അല്ല, ഇറ്റ്സ് എൻ ആർട്ടാണ്. അങ്ങനെ പറയും. പക്ഷെ അങ്ങനെ പറയുമ്പോൾ നമ്മൾ ഇത് പറയും. പക്ഷെ അതേ സമയത്ത് രോഗിയുടെ ഏറ്റവും അടുത്തൊരു ബന്ധുവിനോട് വിൽ ടെൽ എവറിത്തിങ് ഇൻ ഡീറ്റെയിൽ. മറ്റേത് പറഞ്ഞാലത്തെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യൻ സിനാരിയോയിൽ ഒന്ന് അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര പ്രയാസമാണ്. രണ്ടാമത്തേത് അവർ ചിലപ്പോൾ ട്രീറ്റ്മെൻറ്റ് പോലും വരില്ല. അവർ പറയും ഞങ്ങൾ വേറെ നോക്കിക്കൊള്ളാം. അതിൻ്റെ യൂഷ്വലി ഗോ ടു സം വാക്സ് ഓർ സംതിങ് ആൻഡ് ദെൻ ടേക്ക് ട്രീറ്റ്മെൻറ്റ്. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മൾ അതുകൊണ്ട്. പക്ഷേ ചില പേഷ്യൻസ് നമ്മൾ വന്ന് പറയും വി ഷുഡ് നോ. ഫോർ എക്സാമ്പിൾ ഞങ്ങൾക്കൊരു WHO വർക്ക് ചെയ്യുന്ന ഒരു രോഗിയുണ്ടായിരുന്നു. അദ്ദേഹം എന്നും ഒന്ന് രാവിലെ ചോദിക്കുന്നത് ഞാൻ എന്നും മരിക്കുന്ന കാര്യം നിങ്ങൾക്ക് അറിയാൻ പറയാൻ പറ്റുമെങ്കിൽ പറയണം. കാരണം ഞാൻ മരിക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ് എനിക്ക് ഈ കമ്പ്യൂട്ടർ ഓഫ് ചെയ്ത് വെക്കണം. ബിക്കോസ് ഹീ സ്റ്റിൽ വർക്കിംഗ്. അതിനുള്ള ആൾക്കാരുണ്ട്. അതാണ് പോസിറ്റീവ് തിങ്കിങ്. അതാണ് പോസിറ്റീവ് തിങ്കിങ്. പലപ്പോഴും ഒരു സ്ക്രീനിങ് ഉണ്ടെങ്കിൽ, ഏർലി ഡിറ്റക്ഷൻ, നേരത്തെ അറിയാൻ കഴിഞ്ഞാൽ പല ക്യാൻസറുകളും കുറച്ചുകൂടി എളുപ്പത്തിൽ സുഖപ്പെടുത്താമെന്നൊക്കെ പറയാറുണ്ട്. ഈ ലിംഫോമയുടെയൊക്കെ കാര്യത്തിൽ അങ്ങനെ നമുക്കൊരു സ്ക്രീനിങ് ഉണ്ടോ? ലിംഫോമയിൽ സ്ക്രീനിങ് ഇല്ല.
സ്ക്രീനിങ് പ്രോഗ്രാംസ് ഇല്ല. അത് നമുക്കുള്ളത് ബ്രസ്റ്റിലുണ്ട്, നമുക്ക് വായിക്കാൻ തുടങ്ങുന്ന ക്യാൻസറുണ്ട്, ഗർഭാശയമുള്ള ക്യാൻസറിനുണ്ട്, പ്രോസ്റ്റേറ്റ് ക്യാൻസറുണ്ട്, കൊടലുകൾ വരുന്ന ക്യാൻസർ, വൻകുഴിലെ ക്യാൻസറിനുണ്ട്. ഇത് ലിംഫോമയ്ക്ക് ഇല്ല. പക്ഷേ ലിംഫോമയ്ക്ക് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം ചില സിംറ്റംസ് ഉണ്ടെങ്കിൽ യു ഹാവ് ടു സസ്പെക്ട് എന്ന് പറയും. അതിൽ ഒരെണ്ണം പനിയാണ്, പനി ഉണ്ടായിക്കൊണ്ടേയിരിക്കുക, നമുക്കൊരു വിട്ടുമാറാത്ത പനി എന്ന് വേണം വിശേഷിപ്പിക്കാം, അതൊരു ലക്ഷണമാണ്. രണ്ടാമത്തത് അൺഎക്സ്പ്ലെയിൻഡ് വെയിറ്റ് ലോസ് എന്ന് പറയും. തൂക്കം കുറഞ്ഞുകൊണ്ടേ വരുന്നു, പക്ഷെ എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ബാക്കി കാര്യങ്ങളൊക്കെ നോക്കി അപ്പം ഒന്നും കണ്ടുപിടിക്കുന്നില്ല. യു ഹാവ് ടു തിങ്ക് ഓഫ് ദി പോസിബിലിറ്റി. മൂന്നാമത്തത് നൈറ്റ് സ്വെറ്റ്സ് ആണ്, രാത്രി കണ്ടുമാനം വേർക്കുക. നമ്മൾ പലപ്പോഴും ഇതിൻ്റെ കൂട്ടത്തിൽ പെടുത്തലെന്ന് പറയുന്ന സാധനം കൂടിയുണ്ട്. അത് സാധാരണ ചൊറിച്ചിലാണ്. ഇതിൻ്റെ അകത്ത് ഉള്ളൊരു ഗ്രൂപ്പല്ല ഈ ചൊറിച്ചിൽ എന്ന് പറയുന്നത്. പക്ഷേ ഇതെല്ലാം സാധാരണ യൂഷ്വൽ സിംറ്റംസ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മുഴയാണ്, പ്രത്യേകിച്ച് വേദനയില്ലാത്ത മുഴകൾ, പെയിൻലെസ് ലംപ്, എവിടെയെങ്കിലും കഴലുകൾ പോലെ വരിക, അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പോവാതിരിക്കുന്നു, അതങ്ങനെ തന്നെ തുറന്നുകൊണ്ടേയിരിക്കുന്നു ഒക്കെയാണ് ഇവരുടെ സസ്പെക്ട് പറയുന്നത്. അത് ഏത് ഭാഗത്ത് ഈ ലിംഫോമ എന്ന് വെച്ചാൽ ഇതിലൊക്കെ വ്യത്യാസം വരാം. നമുക്കിത് ശരിക്കും പറഞ്ഞാൽ ഒരു ആനുവൽ മെഡിക്കൽ ചെക്കപ്പ് അങ്ങനെ അതല്ലെങ്കിൽ ഇത്തരം രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾ നടത്തേണ്ട കാര്യമുണ്ടോ? ലിംഫോമയ്ക്ക് നമ്മളെ എടുത്ത് പറയാൻ പറ്റില്ല. കാരണം നമുക്ക് അങ്ങനെ ഒരു ജനറ്റിക് ടെൻഡൻസിയോടുകൂടെ ഉള്ള അസുഖമായിട്ട് വിശേഷിപ്പിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ലിംഫോമയ്ക്ക് വേണ്ടി നമ്മൾ അങ്ങനെ ഒരു സ്ക്രീനിങ് ടെസ്റ്റുകൾ ബാക്കിയുള്ളവർ ചെയ്യണമെന്ന് പറയാറില്ല. ചില ഹൈ റിസ്ക് ഗ്രൂപ്പ്സ് നമ്മൾ എപ്പോഴും ഐഡൻറ്റിഫൈ ചെയ്യണം. എന്തൊക്കെയാണെന്നറിയോ? ഒന്ന്, നമ്മൾ നോർമൽ ഇമ്മ്യൂണിറ്റി പോയവർ, ഫോർ എക്സാമ്പിൾ നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നു, അവിടെയൊക്കെ നമുക്ക് ഇമ്മ്യൂണോസപ്രസൻ ഡ്രഗ്സ് യൂസ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ചില മെഡിക്കൽ കണ്ടീഷൻസ് നമുക്ക് ഇമ്മ്യൂണോസപ്രസൻ ഡ്രഗ്സ് യൂസ് ചെയ്യേണ്ടി വരും. ആ കണ്ടീഷനിലൊക്കെ നമ്മൾ HIV പേഷ്യൻസ്, ഇവർക്കൊക്കെ ലിംഫോമ വരാൻ സാധ്യത കൂടുതല. കാരണം ആ നോർമൽ ഇമ്മ്യൂണിറ്റി സപ്രസ് ചെയ്യുന്നവർക്ക് ലിംഫോമ കുറവാണ് അവർക്കൊക്കെ, അതുകൊണ്ട് കൂടുതൽ വരും. ഇത് ശരിക്കും നമ്മുടെ WBC വെളുത്ത ശ്വേതരക്താണുക്കളെ ബാധിക്കുന്ന ഒരു അസുഖം. നമ്മുടെ ലിംഫോസൈറ്റ്സിനെ, ന്യൂട്രോഫിൽസിന് അല്ല ലിംഫോസൈറ്റ്സിൽ വരുന്നതാണ്. അപ്പോൾ എവിടെയൊക്കെ ലിംഫോയിഡ് ടിഷ്യൂ ഉണ്ട് അവിടെയൊക്കെ ലിംഫോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു എവിടെ വേണേൽ വരാമെന്ന് പറയാൻ കാരണം ഇത് ശരിക്കും ശ്വേതരക്താണുക്കളുടെ ഒരു ഭാഗം തന്നെയല്ല, അത് അതിൻ്റെ ഭാഗമായിട്ടുള്ളത് തന്നെ. നമ്മൾ സാധാരണ പറയാറുണ്ട് ഇങ്ങനെ ട്രീറ്റ്മെൻറ്റിലൊക്കെ, ക്യാൻസർ ട്രീറ്റ്മെൻറ്റിലൊക്കെ പലപ്പോഴും മിറാക്കിൾ സംഭവിക്കുന്നു. ഡോക്ടറുടെ ഈ 4 പതിറ്റാണ്ടിലെ ചികിത്സാനുഭവത്തിൽ അങ്ങനെ മെഡിക്കൽ മിറാക്കിളിന് ഡോക്ടർ സാക്ഷിയായിട്ടുണ്ടോ? സാക്ഷിയായിട്ടുണ്ട്. 7 വർഷങ്ങൾക്ക് മുമ്പാണ് ഒരു കുട്ടിയെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഒരു 1.5 വയസ്സ് പ്രായമുള്ള കുട്ടിയാണ്. ആ കൊണ്ടുവരുന്നത് എന്താ വെച്ചാൽ നമുക്ക് ലിവറിൽ മുഴുവൻ ഇതുപോലെ സെക്കൻഡറീസ് പോലത്തെ ഇതാണ്. അത് ബയോപ്സി എടുത്ത് പ്രൂവ് ചെയ്തതാണ്, ക്യാൻസറാണ് പ്രൂവ് ചെയ്തത്. ടൈപ്പ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. പുറത്തുനിന്നാണ് വരുന്നത്. ഞങ്ങളും അതെടുത്ത് ആ സ്ലൈഡ്സ് പരിശോധിച്ചു, ക്യാൻസറാണ് ഐഡൻറ്റിഫൈ ചെയ്തു. പക്ഷേ നമുക്ക് ഓഫർ ചെയ്യാനായിട്ടൊന്നും ഇല്ലാത്ത സിറ്റുവേഷനായിരുന്നു. കാരണം ഭയങ്കര എക്സ്റ്റെൻസീവ് ഡിസീസ്, ജോണ്ടിസ് ഒക്കെ ഉണ്ടായിരുന്നു. വെല്ലൂരും പോയിരുന്നു. വെല്ലൂർ പോയപ്പോൾ വെല്ലൂരും ഇതേ ഒപ്പീനിയൻ, അവർ ബയോപ്സി എടുത്തിട്ട് അവരും സെയിം ഒപ്പീനിയൻ, നത്തിങ് ക്യാൻ ബി ഡൺ, കൊണ്ടുകൊള്ളാൻ പറഞ്ഞു. ഒരു 1.5 വർഷം കഴിഞ്ഞപ്പം ഈ കുട്ടി തിരിച്ച് ഞങ്ങളടുത്ത് കൊണ്ടുവന്നു. ഞങ്ങൾ സ്കാൻ ചെയ്ത് നോട്ട് എ സിംഗിൾ ലീഷൻ, കംപ്ലീറ്റ്ലി ഡിസപ്പിയർഡ്. അവർ കാര്യമായിട്ട് ട്രീറ്റ്മെൻ്റ് ഒന്നും എടുത്തിട്ടൊന്നുമില്ല. എങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരവില്ല. നമ്മൾ സാധാരണ കൊടുക്കുന്ന മെഡിക്കൽ സയൻസിൽ കൊടുക്കുന്ന ഉത്തരവുണ്ട്. അതായത് നമ്മുടെ ദേഹം തന്നെ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിച്ച് പ്രോബിലിറ്റി ഉണ്ടാക്കിയില്ല, ഇമ്മ്യൂണിറ്റി കൂടിയിട്ട്. പക്ഷേ പറയാം, പക്ഷേ വെരി ഡിഫിക്കൽട്ട് ടു എക്സ്പ്ലെയിൻ ദാറ്റ് വേ. നമുക്ക് വളരെ റയറായിട്ട് ചില ക്യാൻസറിലൊക്കെ നമ്മൾ പറയും ഇമ്മ്യൂണിറ്റി ഈസ് എ ഫാക്ടർ വിച്ച് ഹെൽപ്സ് ടു കൺട്രോൾ ദി ഡിസീസ് എന്ന് പറയുമെങ്കിലും ഈ ഒരു ഇൻസ്റ്റൻസ് നമുക്ക് അങ്ങനെ എഴുത്തള്ളാൻ പറ്റിയായിട്ട് തോന്നിയിട്ടില്ല. എത്ര പ്രായമുള്ള കുട്ടിയായിരുന്നു? 1.5 വയസ്സ്. 1.5 വയസ്സ്. അപ്പോൾ അങ്ങനെ ഒരു ഭക്തി, അങ്ങനെ ഒരു വിശ്വാസം എന്നും പറയാൻ പറ്റില്ല. പക്ഷേ മാതാപിതാക്കളുടെ അറിയില്ല, അവരുടെ പ്രാർത്ഥന. പക്ഷെ എന്തായാലും സീൻ. അപ്പം പക്ഷെ അത് ഞങ്ങളൊക്കെ ആസ് എ ഡോക്ടർ ഞങ്ങളൊക്കെ ചിന്തിക്കുന്ന കാര്യം തന്നെയാണ്. അതായത് അത് ഇത് മാത്രമല്ല, ഇപ്പം നമ്മൾ പലപ്പോഴും രക്ഷപ്പെടുമെന്ന് പറഞ്ഞൊരു പേഷ്യൻ്റ് ചിലപ്പോൾ രക്ഷപ്പെടില്ല. അത് നമ്മൾ ചിലപ്പോൾ രക്ഷപ്പെടില്ല വരുന്ന പേഷ്യൻ്റെ ഹീ മേ എസ്കേപ്പ്. അപ്പം നമ്മൾ സാധാരണ പഠിക്കുന്ന കാര്യം എന്താ, നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പഠിച്ച ഒരു ശാസ്ത്രം നമ്മൾ പ്രയോഗിക്കുന്നു എന്നതിനപ്പുറം നമുക്ക് അമാനുഷ്യമായിട്ടൊരു കഴിവില്ല എന്നും നമ്മുടെയൊക്കെ മുകളിൽ അതെങ്ങനെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. നമുക്ക് ദൈവം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം, നമുക്ക് വേണമെങ്കിൽ സൂപ്പർ പവേഴ്സ് എന്ന് വിശേഷിപ്പിക്കാം, അദൃഷ്ടശക്തി എന്ന് വിശേഷിപ്പിക്കാം. ദർ ഇസ് സംതിങ് എബോവ് ആൻഡ് ഹീ ഈസ് എ ഫൈനൽ പേഴ്സൺ എന്നുള്ള ഫൈനൽ വേർഡ് എന്ന് പറഞ്ഞത്. അപ്പോൾ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ദെൻ ഐ തിങ്ക് ഐ ഗോട്ട് ആൻ എക്സ്പ്ലനേഷൻ. ഹോസ്പിറ്റലിൽ ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെയാണ് പോവുക. ഐ തിങ്ക് നത്തിങ് ഷുഡ് ഹാപ്പൻ ഫ്രം അവർ ഹാൻഡ് എന്നാണ് ആദ്യമേ പ്രാർത്ഥിക്കുക. ഡോക്ടറുടെ പുസ്തകം അത് തന്നെ പറയുന്നത്, ജീവിതമെന്ന അനുഭവം, അതുപോലെ ജീവിതം എന്ന ദിവ്യാനുഭവം അല്ലേ. ഒരുപാട് രോഗികളുമായിട്ട് ഡോക്ടർ വളരെ അടുത്ത് പെരുമാറുമെന്ന് കേട്ടിട്ടുണ്ട്. എങ്ങനെയാണ് ഈ പേഷ്യൻസിനെ ഡോക്ടർ കാണുന്നത്? ഇപ്പോൾ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞു ഡോക്ടർ, സുഹൃത്തുക്കൾ, പേഷ്യൻസ് എല്ലാവരും, പറയരുത്, സോറി, ഇല്ല, ദേ ആർ ഓൾ മൈ ഫ്രണ്ട്സ്.
അവരെ ഒരു അസുഖമായിട്ട് ചികിത്സയ്ക്ക് വന്നിരുന്നു അറ്റ് സം പോയിന്റ് ഓഫ് ടൈം. അത് കഴിഞ്ഞു. ഇന്നവർ വരുമ്പോൾ അവരാരും എൻ്റെ പേഷ്യൻസ് അല്ല. ദേ ഡോണ്ട് ബിഹേവ് ലൈക്ക് എ പേഷ്യൻ്റ് വിത്ത് മീ. ഞാനും ബിഹേവ് ചെയ്യാറില്ല. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പാട്ട് പാടും, ഞങ്ങൾ ഡാൻസ് ചെയ്ത് ഞങ്ങൾ ഒരുമിച്ച് ഡാൻസ് ചെയ്യും. ദാറ്റ്സ് ഓൾ വാട്ട് വി ഡു. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, അതായത് ആ ഒരു ചികിത്സയുടെ സമയത്ത് അവരെൻ്റെ പേഷ്യൻ്റ് ആയിരുന്നു. അത് മാത്രമല്ല, ഈ മേഖല ഇപ്പോൾ ഡോക്ടർ എന്ന മേഖലയിൽ ചിലപ്പോൾ ഞാൻ അവരെക്കാളും കുറച്ചും കൂടെ വിവരം കാണും. പക്ഷേ മറ്റു പല മേഖലകളിലും അവർ എന്നേക്കാൾ 10 മടങ്ങ് വിവരമുള്ളവരായിരിക്കും. അപ്പോൾ അവരാരെയും നമ്മൾ താഴ്ത്ത നിലയിൽ കാണാനോ അല്ലെങ്കിൽ താഴ്ത്തി കാണാനോ അല്ലെങ്കിൽ ഒന്നുമല്ല. ബിക്കോസ് ദേ ആർ ഓൾ ഓൺ പാർ വിത്ത് യു ഓർ ഈവൻ എബോയ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അങ്ങനത്തെ ചിന്താഗതി വരുമ്പോൾ ദേ ആർ ഓൾ മൈ ഫ്രണ്ട്സ്, സംശയമൊന്നുമില്ല. ഡോക്ടർ എങ്ങനെയാണ് ഈ സൗഹൃദത്തിന്റെ കണ്ണികൾ സൂക്ഷിക്കുന്നത്? ഇവരുടെയൊക്കെ മുഖം ഓർമ്മയിലുണ്ടാവുമോ? എത്രയോ പേഷ്യൻസിനെ കാണും. മിക്കവാറും വളരെ അപൂർവമായി. അതായത് പ്രത്യേകിച്ചും എൻ്റെ ക്യാൻസർ ചികിത്സ ആയതുകൊണ്ട് അവർ തുടർപരിശോധനയ്ക്ക് വരുന്നവരായിരിക്കും മിക്കവാറും. ഇപ്പം ഞാൻ പറയാം, ഇപ്പം രാത്രി 7 മണിക്ക് ഒരു ഫോൺ കോൾ വരും. അത് അമ്പലപ്പുഴന്നാണ്, പ്രായം ഒരു അമ്മ വിളിക്കുന്നതാണ്. 2 വാക്കേ ഉള്ളൂ. സുഖമാണോ എന്ന് ചോദിക്കും. ഞങ്ങൾ സുഖമാണ്. ഞാൻ അങ്ങോട്ട് ചോദിക്കും സുഖമാണോ, ഞങ്ങൾക്ക് സുഖമാണെന്ന് പറയും. ഒരു കാര്യം പലപ്പോൾ ചോദിക്കും, ഞാനിങ്ങനെ വിളിക്കുന്നതിൽ ശല്യം ഉണ്ടോ എന്ന് ചോദിക്കും. രാവിലെ ഇതുപോലെ ഒരു കോൾ തിരുവനന്തപുരത്ത് നിന്ന് വരും. അപ്പോൾ ദേ ഓൾസോ റിമെമ്പർ മീ. ചികിത്സ തേടി വന്ന ഒരാൾക്ക് ഓർമ്മയിലുണ്ടാവുക സ്വാഭാവികം. ഡോക്ടറുടെ കാര്യം അങ്ങനെയല്ലല്ലോ. ദിവസം അവർ നമ്മളുമായിട്ടുള്ള ബന്ധം എപ്പോഴും തുടരും. ഉദാഹരണത്തിന് ഇപ്പം നമുക്ക് മകൻ്റെ വിവാഹമായിരിക്കും, അല്ലെങ്കിൽ മോൻ്റെ ഒരു എൻട്രൻസ് എഴുതി പാസ്സാവുന്നതായിരിക്കും, 10th എക്സാമിന് പോകുന്നതായിരിക്കും. അവിടെയൊക്കെ ദേ വിൽ ബി ഇൻ ടച്ച് വിത്ത് യു. ഒന്നുകൂടെ അനുഗ്രഹിക്കണം എന്ന് പറയും. ഒന്നും വേണ്ട, നമ്മൾ പുറത്തു ഇറങ്ങി പോയി കഴിഞ്ഞാൽ ആരെങ്കിലും കണ്ടാൽ ദേ വിൽ കം ആൻഡ് ഇമ്മീഡിയറ്റ്ലി ടോക്ക് ടു യു. ഒരുപക്ഷെ ഇത് ഇങ്ങനെ ഒരു രോഗാവസ്ഥയിലൂടെ കടന്നുപോയിട്ടുള്ള വ്യക്തികളുടെ അനുഭവമായിരിക്കും. ക്യാൻസർ ശരിക്കും ലോകത്തെ 2ആയി വിഭജിക്കുന്നു എന്ന് പറയാറുണ്ട്, ക്യാൻസർ ഉണ്ടായവരും ഇല്ലാത്തവരും. അപ്പോൾ അത് ഈ ഒരു സവിശേഷ രോഗാവസ്ഥയിലൂടെ കടന്നുപോയവർക്ക് കുറച്ചുകൂടി അവരുടെ മനസ്സ് കുറച്ചുകൂടി പ്യൂരിറ്റി അതല്ലെങ്കിൽ വിശുദ്ധമാവുന്നുണ്ടോ? മനസ്സ് ശുദ്ധീകരിക്കും, സംശയമൊന്നുമില്ല. ആറ്റിറ്റ്യൂഡ് ടു ലൈഫ് ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. അത് ഇന്നവിടെ വരുമ്പോൾ അറിയാം. ഹൗ ദേ മിങ്കിൾ, ഹൗ ദേ ഇൻട്രാക്ട്, അല്ലെങ്കിൽ അവർ സ്റ്റേജിൽ കയറി പെർഫോം ചെയ്യുന്നവർ, അല്ലെങ്കിൽ അവർ വന്ന് ഒരു 5 മിനിറ്റ് സംസാരിക്കുമ്പോൾ ഒക്കെ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, ആ ഫീല് ഒരു സാധാരണ മനുഷ്യൻ കൊടുക്കുന്ന ഫീലല്ല. അവർ ഇമോഷണലി അറ്റാച്ച്ഡ്, ജീവൻ തിരിച്ചു കിട്ടിയ ഒരു ഇതുണ്ട്. അതിൽ ഡോക്ടറിന് മാത്രമല്ല, കൂടെ നിന്ന എല്ലാവരും അവർ ഓർക്കും. ഡോക്ടറുടെ പങ്ക് ഏറ്റവും പ്രധാനം തന്നെയാണ്, സംശയമൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ അവരുടെ ഒരു ആവശ്യം വരുന്ന അതിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, അത് നമ്മൾ കൊടുക്കുന്ന മരുന്നൊന്നുമല്ല, അതല്ല ഇമ്പോർട്ടൻറ്റ്. അവരോട് കൂടി ഇരുന്ന് ഒരു 10 മിനിറ്റ് സംസാരിക്കുന്നത്. ചിലർ അവസാനം പോയാൽ ലെറ്റർ കൊടുത്ത് തന്നിട്ടുണ്ട്. ഇറ്റ്സ് നോട്ട് ദി മെഡിസിൻ ഓർ ദി സർജറി ദാറ്റ് ഹീൽഡ് അസ്, ഇറ്റ് വാസ് ദി ആറ്റിറ്റ്യൂഡ് ഓഫ് ദി ഡോക്ടേഴ്സ്. പക്ഷേ ഇന്നിപ്പോൾ ഡോക്ടർമാർ പലപ്പോഴും കമ്പ്യൂട്ടറിൻ്റെ മോണിറ്ററിൽ നോക്കിയിട്ടാണ് രോഗിക്ക് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. നമുക്കൊരു ഭയങ്കരമായ ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് 2 കാര്യങ്ങളുണ്ട്. ഒന്ന് സ്പർശം, ദ ടച്ച്, ഇറ്റ് ഹാസ് ഗോട്ട് ഇറ്റ്സ് ഓൺ വാല്യൂ. അത് നമ്മൾ പേഷ്യൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിനേക്കൊക്കെ ഉള്ള മനസ്സിലാവില്ല എപ്പോഴും. എന്താ വെച്ചാൽ ഒരിക്കലും പേഷ്യൻ്റ് വന്നിട്ട് പേഷ്യൻ്റ് ഈ പാസ്റ്റ് അവേ, അത് കഴിഞ്ഞ് ഒരു 1.5-2 മാസം കഴിഞ്ഞപ്പം ഒരു അമ്മയും മോളും കൂടെ എൻ്റെ അടുത്ത് വന്നു പറഞ്ഞു, അപ്പോൾ ഞങ്ങളൊരു കാര്യം ഡോക്ടറോട് പറഞ്ഞാൽ ഡോക്ടർ സാധിച്ചു തരുമോ? ഞങ്ങൾ സാധിച്ചു തരാം, എന്താ കുഴപ്പം, എനിക്ക് പറ്റുന്നതാണെങ്കിൽ സാധിച്ചു തരാമെന്ന് പറഞ്ഞു. ഒന്നുമില്ല, മോള് ഡോക്ടറെ അടുത്തിരുന്നിട്ട് മോളുടെ 2 കൈയും വിരലുകൊണ്ട് എൻ്റെ കണ്ണൊന്നിങ്ങനെ ഒന്ന് മൂടി തൊട്ടുകൊണ്ട് ഒരു 5 മിനിറ്റ് ഇരിക്കാൻ സമ്മതിക്കുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് വെച്ചു വൈ ഇത്. അപ്പോഴത്തന്നെ അമ്മ പറഞ്ഞു, അതായത് ഈ അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് ഞാൻ തലേ ദിവസം റൂമിൽ പോയി ഞാൻ അടുത്ത് ഇരുന്നു കട്ടിലിൽ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അതായിരുന്നു ജീവിതത്തിലെ ഏറ്റവും സന്തോഷമായ നിമിഷം. ഞാൻ തോളത്ത് കൈയിട്ടിരുന്ന് കുറേ നേരം സംസാരിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. ആ സമയത്ത് പറഞ്ഞു, മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞു അത്രേ, അതായത് എനിക്ക് ഏറ്റവും സന്തോഷമുള്ള നിമിഷം അതായിരുന്നു. ഞാൻ ഒരു നിമിഷം ആലോചിച്ച ഡോക്ടറെ മുഖത്തിനെ കൈ വെച്ചുകൊണ്ടിരിക്കണം ആലോചിച്ചു. പക്ഷേ ചോദിക്കാനുള്ള മടി കാരണം ചോദിച്ചില്ല, ചോദിക്കാൻ പറഞ്ഞു. അപ്പോൾ ആ ഒരു ആഗ്രഹം അച്ഛൻ്റെ സാധിക്കുമെന്ന് ചോദിച്ചിട്ട് മകളെയും കൊണ്ട് വന്നതെന്ന് പറഞ്ഞു. അതൊക്കെയാണ് നമ്മുടെ ആ ഒരു ടച്ച് എന്നുള്ള, അല്ലെങ്കിൽ കൂടെ ഇരുന്ന് ഉള്ളൊരു തോളത്ത് കൈയിട്ടിരിക്കുന്നൊക്കെ പറഞ്ഞാൽ അത് എനിവേസ് ഗോയിങ്. നമ്മുടെ കൺസെപ്റ്റിൽ ഇപ്പം പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ ആ ഒരിലൊന്നും വലിയ വാല്യൂ ഇല്ല, നമ്മൾ കൊടുക്കുന്ന മരുന്നും നമ്മൾ ഈ കമ്പ്യൂട്ടറിൽ അടിച്ചെടുക്കുന്നതിലൊക്കെയാണ്. പക്ഷേ ഐ ഡോണ്ട് എഗ്രി ടു ദാറ്റ്. കമ്പ്യൂട്ടറിൻ്റെയും ഇൻ്റർനെറ്റിൻ്റെയും കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തത്. പലപ്പോഴും ഇപ്പോൾ രോഗികൾ തന്നെ ഇൻ്റർനെറ്റിൽ കയറി അവരുടെ അസുഖങ്ങൾ സെർച്ച് ചെയ്യും. അതിന് എത്ര ആയുസ് വരെ ഇൻ്റർനെറ്റിൽ പലപ്പോഴും പറയുന്നുണ്ട്. ഗൂഗിൾ യൂണിവേഴ്സിറ്റി, അതെ ഗൂഗിൾ. ഇത് എത്രമാത്രം രോഗികൾക്ക് ഗുണകരമാകും? അതിനകത്ത് നമുക്ക് മിക്കവാറും ഹാഫ് നോളജാണ്. ക്യാൻസറിന്റെ കാര്യത്തിൽ മാത്രമല്ല എല്ലാത്തിന്റെ കാര്യത്തിലും എന്താണെങ്കിലും ഹാഫ് നോളജ് ആൻഡ് റോങ് നോളജ് ആണ് പലപ്പോഴും. കാരണം അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ ഭയങ്കര ഡിഫറെൻറ്റാണ്. നമുക്ക് ആ സെയിം സാധനത്താണെങ്കിലും ആ മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരാൾ ഇൻ്റർപ്രിറ്റ് ചെയ്യുന്നതും ഇതൊന്നും ഇല്ലാതെ ഇൻ്റർപ്രിറ്റ് ചെയ്യുന്ന ഭയങ്കര വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അവിടെയൊക്കെയാണ് നമുക്ക് ഞാൻ ക്യാൻസറിൻ്റെ ഞാൻ പറഞ്ഞുതരാം. 50% ആളുകൾ ദേ ആർ അലൈവ് അറ്റ് 5 years.
ഇങ്ങനെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പേഷ്യൻ്റ് മനസ്സിലാക്കി എന്താ അറിയോ, 5 വർഷം ജീവിക്കുകയുള്ളൂ. അതെ, മനസ്സിലായേ? പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്നതല്ല. ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ക്യാൻസറിലെ 5 years സർവൈവൽ വിത്തൗട്ട് എ ഡിസീസ് കമ്മിങ് ബാക്ക് എന്ന് പറഞ്ഞാൽ ക്യൂറാണ്. അതായത് 5 വർഷം കഴിഞ്ഞാൽ മിക്കവാറും ക്യാൻസർ ഒന്നും തിരിച്ചു വരാറില്ല. ബ്രസ്റ്റ് ക്യാൻസറൊക്കെ റയറായിട്ടാണ്, ചില ക്യാൻസർ. ബാക്കിയൊക്കെ 5 years സർവൈവൽ എന്ന് പറഞ്ഞാൽ നമ്മൾ സയൻറ്റിഫിക്കലി ഉദ്ദേശിക്കുന്നത് ആ വ്യക്തിക്ക് വീണ്ടും ഈ ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത ഒരു സാധാരണ ഒരാൾക്ക് ഉണ്ടാകാനുള്ള സാധ്യതയ്ക്ക് തുല്യമാണ്. ദാറ്റ് മീൻസ് ദേ ആർ ഇക്വേറ്റഡ് ടു ദി നോർമൽ പേഴ്സൺ ആൻഡ് ഇറ്റ്സ് ടേക്കൻ ആസ് എ ക്യൂർ. പക്ഷെ അവർ മനസ്സിലാക്കുന്നത് തന്നെയല്ല. അവർ വിചാരിക്കുന്നത് 5 അപ്പോൾ ചിലവൊന്നും ചോദിക്കും, അപ്പോൾ ഞങ്ങൾ 5 വർഷമേ ഉള്ളൂ സാർ ഞങ്ങൾ ജീവിതം എന്ന് ചോദിക്കും. അതാ പറഞ്ഞാൽ ആ ഇൻ്റർപ്രിട്ടേഷനിൽ വരുന്ന വ്യത്യാസങ്ങളുണ്ടാക്കി. അതെ, ഇത്തരത്തിൽ മാത്രമല്ല ഡോക്ടർ തരുന്ന മരുന്നുകൾ അടിച്ചു നോക്കുക, അതിൻ്റെ അതെ പാർശ്വഫലങ്ങൾ. അതിൻ്റെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ അവിടെയൊക്കെ വ്യത്യാസം ആ ഡ്രഗിൻ്റെ ട്രയൽ നടന്ന സമയത്ത് ഏതെങ്കിലും ഒരു രോഗിക്ക് ആ പാർശ്വഫലം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് റെക്കോർഡ് ചെയ്യണം. അതിൻ്റെ ആ വാല്യൂ ഒന്നും മനസ്സിലാക്കാത്ത പോകുന്നതുകൊണ്ടാണ് അത് പറ്റുന്നത്. ഡോക്ടറെക്കുറിച്ച് ആദ്യം ഞാൻ ഒരു പക്ഷേ വായിക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് രോഗികൾക്ക് വേണ്ടി വഴിപാട് നടത്തുന്ന ഒരു ഡോക്ടർ എന്ന് പറഞ്ഞൊരു ആർട്ടിക്കിൾ കാണുകയുണ്ടായിട്ടുണ്ട്. അത് യഥാർത്ഥമായ ഒരു കാര്യമാണോ? ഡോക്ടർ അങ്ങനെ ചെയ്യാറുണ്ടോ? 2 കാര്യങ്ങളുണ്ട്. ഞാൻ വെച്ചാൽ അതിനേക്കാൾ കൂടുതൽ ഇപ്പം ഞാൻ എഴുതുക എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആൾക്കാരുമൊക്കെ ഞാൻ എഴുതും. അതായിരിക്കും ഇന്ന് ഞാൻ എഴുതുക. കാരണം എന്താ, എനിക്ക് ഇത് ഡോക്ടറെ കുറിച്ച് മറ്റാരോ എഴുതിയതാണ്. അതെ, മനസ്സിലായി. എനിക്ക് ഒരു ഹൃദയാഘാതം ഉണ്ടാവുന്നു 2023. ആ അസുഖം മാറി ഞാൻ പുറത്ത് വന്നതിന് ശേഷം ഏകദേശം ഒരു 3-4 മാസത്തെങ്കിലും എനിക്ക് പല അമ്പലങ്ങളിലും പല പള്ളികളിലും പോകേണ്ടി വന്നിട്ടുണ്ട്. അത് ഓരോരുത്തരും നേർച്ചയാണ്. അത് ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ് ഓർ ക്രീഡ്. അത് മാത്രമല്ല, നമ്മുടെ അമ്പലത്തിൻ്റെ അവിടെ പോയി നിന്നിട്ട് നാളെ വിളിച്ച് ചോദിക്കുന്ന ആൾക്കാരും, അത് എൻ്റെ മാത്രമല്ല, ഹോൾ ഫാമിലി നാളെ. അപ്പോൾ ഇന്നും ഞാൻ തിരിച്ചെഴുതും അതിനേക്കാൾ. പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കും, തീർച്ചയായും നമ്മളെ മനസ്സുരുകി പ്രാർത്ഥിക്കാറുണ്ട്. ചിലപ്പം അത് പ്രത്യേകിച്ചും ഒരു സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന സമയത്തൊക്കെ ഉണ്ടല്ലോ, രക്ഷപ്പെട്ടു പോകണമെന്നുള്ളത്. അതെ. ഡോക്ടർ സ്നേഹഗംഗ എന്ന് പറഞ്ഞ ഒരു കോളം എഴുതിയിരുന്നു, അതേക്കുറിച്ചൊന്ന് പറയുമോ? എങ്ങനെയായിരുന്നു അതിലേക്ക് വന്നത്? ഞാൻ അതിൽ ഉണ്ടായിരുന്ന മുഴുവൻ ഡേ ടു ഡേ എക്സ്പീരിയൻസാണ്. പുണ്യാസ്തികളുടെ കോളം ഞാൻ ഈ ആഴ്ച ഒരു അനുഭവമായിരിക്കും. ഒരു 99% രോഗികളുമായിട്ടുള്ള ഇൻട്രാക്ഷൻസ് ആയിരിക്കും, അല്ലെങ്കിൽ ആ ആഴ്ചയിലുണ്ടായൊരു സംഭവമായിരിക്കും. അത് എഴുതാൻ തോന്നാൻ കാരണം പലപ്പോഴും ഇത് കുറിച്ചിടാറുണ്ട്. കുറിച്ചിട്ട് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴും എനിക്ക് തോന്നി ഇത് ഈ പൊതുജനം അറിയണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഓരോരുത്തരുടെ വികാരങ്ങളും ഓരോരുത്തർ ഹൗ ദേ ഫേസ് ദി പ്രോബ്ലംസ്, അവർ ജീവിതത്തിൽ എങ്ങനെ പിന്നെ മുന്നോട്ട് പോകുന്നു. നമ്മുടെയൊക്കെ വിചാരം, ഇപ്പോൾ നമ്മുടെ മോന് ഒരു എൻട്രൻസിന് സെലക്ഷൻ കിട്ടിയില്ല, അല്ലെങ്കിൽ അവൻ്റെ ക്ലാസ്സിൽ ഫസ്റ്റ് ആയില്ലെങ്കിൽ നമ്മുടെയൊക്കെ വിചാരം ഈ ലോകത്തെ ഏറ്റവും ദുഃഖം അനുഭവിക്കുന്ന ഞാനാണ്. കാരണം അവന് പഠിച്ചിട്ടില്ലായിരുന്നു, അവന് കിട്ടിയില്ല. മറുവശത്ത് നമ്മൾ കാണുന്നത് അടുത്ത ദിവസം രാവിലത്തെ മരുന്ന് വാങ്ങിക്കാൻ പൈസ ഇല്ലാതെ ഓടി നടക്കുന്ന ഒരു അച്ഛനും കൊച്ചുമകനുമാണ്. അപ്പോൾ നമ്മളങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മളൊരു കാര്യം മനസ്സിലാക്കുന്നത്, നമ്മുടെയൊക്കെ പ്രശ്നങ്ങളൊന്നും പ്രശ്നങ്ങളല്ല എന്നും ഇതിനേക്കാൾ പ്രശ്നക്കാരായ ധാരാളം ആൾക്കാർക്ക് അവരുടെ പ്രശ്നങ്ങൾ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതൊക്കെ നമ്മൾ മനസ്സിലാക്കും. അപ്പോൾ നമ്മളൊരു കാര്യം പറയാമല്ലോ, ഒരു വര വരച്ചിട്ട് ആ വരയെ തൊടാതെ ക്യാൻ യു മേക്ക് ഇറ്റ് സ്മോളർ എന്ന് ചോദിച്ചാൽ യെസ് യു ക്യാൻ മേക്ക് ഇറ്റ് സ്മോളർ, തൊട്ടപ്പുറത്ത് വലിയൊരു വര വരച്ചാൽ മതി. അതുപോലെ ജീവിതം, നമ്മുടെ പ്രശ്നങ്ങൾ വേറെ ഉള്ള പ്രശ്നം വലുതാകുമ്പോൾ നമ്മൾ ആ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മുടെ പ്രശ്നമൊന്നുമല്ല. നമ്മൾ രാവിലെ ഹോസ്പിറ്റലിൽ പോകുമ്പം നമുക്ക് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരിക്കും, പക്ഷെ നമ്മളത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് പലപ്പോഴും പോകുന്നത്. പക്ഷെ അവിടെ ചെന്ന് ഇവരുടെ പ്രശ്നങ്ങളിലേക്ക് കടന്നു കഴിയുമ്പോൾ നമുക്കൊരു പ്രശ്നമില്ല, നമ്മൾ ഉണ്ടാക്കി വയ്ക്കുന്ന പ്രശ്നങ്ങൾ നമ്മുടെ പ്രശ്നങ്ങളേ ഉള്ളൂ. ദാറ്റ് വേ അത് ജനം അറിയണമെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ എഴുതി തുടങ്ങിയാണ്. സാധാരണ ഇങ്ങനെ ദിവസവും നമ്മളിങ്ങനെ ദയനീയമായ കഥകൾ കാണുന്നു, അവസ്ഥകൾ കാണുന്നു, നമ്മുടെ മനസ്സ് അതിനോട് പ്രതികരിക്കാതെ ആവുന്ന ഒരു അവസ്ഥ 10-40 കൊല്ലം കൊണ്ട് സാധാരണ ഉണ്ടാകാൻ സാധ്യതയില്ലേ? ഡോക്ടർക്ക് എങ്ങനെ ഇന്നും അതങ്ങനെ ഒരു പ്രതികരിക്കാതിരിക്കാൻ സാധ്യതയില്ല? കാരണം വെച്ചാൽ നമുക്ക് ഓരോ രോഗി നമുക്ക് നഷ്ടപ്പെടുമ്പോഴും ദർസ് ഒരു പ്രിക്കുണ്ട് ഇൻ യുവർ മൈൻഡ്, ഇൻ യുവർ ഹാർട്ട്. പക്ഷെ നമ്മൾ അതിജീവിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു ഡോക്ടർ നിലയ്ക്ക് നമുക്ക് അത് വിചാരിച്ചുകൊണ്ടിരിക്കാൻ സാധിക്കില്ല. നമ്മൾ ഒരു നിമിഷം പിറ്റേ ദിവസം വരുമ്പോൾ നമ്മൾ കാണുന്നത് അനദർ തൗസൻഡ്സ് ഓഫ് പീപ്പിൾ ആർ വെയിറ്റിംഗ് ഫോർ ദെയർ ലൈഫ്. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ അതിലേക്ക് പോകും. പക്ഷെ ഞാനൊരു കാര്യം ചെയ്യാറുണ്ട്, അത് പേഷ്യൻ്റ് മാത്രമല്ല, ഞാൻ മരണ വീട്ടിലേക്ക് പോകാറില്ല. കാരണം ഞാൻ എപ്പോഴും പറയാറുള്ളത്, ഇപ്പോൾ എൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ട്സായിട്ട് ഞാൻ വരില്ല എന്ന് പറയും. കാരണം എൻ്റെ മനസ്സിൽ അവർ ജീവിക്കുന്ന ചിത്രം മതി. ഞാൻ അവിടെ പോയി ഒരു മരിച്ചു കിടക്കുന്ന കണ്ട് ഞാൻ ആ ചിത്രം എൻ്റെ മനസ്സിൽ പതിയും. പക്ഷെ അപ്പോൾ എപ്പോഴും അവരെ ഓർക്കുമ്പം യെസ് അത് ഞാൻ ഓർക്കുള്ളൂ. അപ്പോൾ ഞാൻ അതുകൊണ്ട് പറയും ഞാൻ വരില്ല, ഞാൻ പിന്നെ വരാമെന്ന് പറഞ്ഞ് പോവാം.
ക്യാൻസർ ചികിത്സാ വിദഗ്ധനായ ഡോക്ടർ VP ഗംഗാധരനുമായി MV ശശികുമാർ നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്. ഈ അഭിമുഖം ഇവിടെ പൂർണ്ണമാകുന്നില്ല. അടുത്തയാഴ്ച വിചാരത്തിൽ ഈ അഭിമുഖത്തിന്റെ അവസാന ഭാഗം കേൾക്കാം. വിചാരം, സംസ്കാരവും ജീവിതവുമായി മുഖാമുഖം.